ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. തിന്മയെ മറികടന്ന് നന്മ ജയിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വില നൽകിയ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമായി എത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം 3 അതിഥികൾ കൂടിയുണ്ട്. നമ്മുടെ വിശിഷ്ടാതിഥികളെ നമുക്ക് പരിചയപ്പെടാം. പത്തനംതിട്ട റാന്നി മുൻ MLA ശ്രീ രാജു എബ്രഹാം സർ, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പെരുമ്പാവൂർ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി സർ, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷോൺ ജോർജ് സർ, ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതലായിട്ട് കാര്യമായി കാണുന്നത് നാടിനെയും നാട്ടുകാരെയും ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷം? കുടുംബത്തോടൊപ്പമാണോ അതോ ഈ ഒരു ദിവസവും നാടിനും നാട്ടുകാർക്കും വേണ്ടി മാറ്റിവെക്കുകയാണ്? തീർച്ചയായിട്ടും നമ്മൾ കുടുംബത്തോടൊപ്പമാണ് സാധാരണഗതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. വളരെ അപൂർവമായി മാത്രം ചില പൊതുപരിപാടികൾ വരാറുണ്ട്. എങ്കിലും ഏറ്റവും സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളും ഈ ദിവസമാണ്, ക്രിസ്മസിൻ്റെ അന്നാണ്. അപ്പോൾ പക്വതയില്ലാത്ത കാലത്ത് ഈ പള്ളിപ്പെരുന്നാളിന് മുമ്പ് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. കാരണം എല്ലാവരും വരുന്നൊരു പരിപാടിയാണ്, വെടിക്കെട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സമ്പൽ സമൃദ്ധമാണ്. പിന്നെ സ്വാഭാവികമായും ക്രിസ്മസ് വിഭവങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ഏറ്റവും നന്നായി ക്രിസ്മസ് ആഘോഷിച്ചിട്ടുള്ള ഓർമ്മകൾ. എൽദോ സാറിനോട് ചോദിക്കുമ്പോൾ 3 പേരും 3 ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പെരുമ്പാവൂരിലെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? നമ്മളെല്ലാവരും മലയാളികൾ എല്ലാ ആഘോഷങ്ങളും ഒരേപോലെ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. എന്നിരുന്നാലും ഓരോ നാടിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടല്ലോ ആഘോഷ രീതികളിൽ. പെരുമ്പാവൂരിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ്? പൊതുവേ ക്രിസ്മസ് പലയിടങ്ങളിലും പല രീതിയിലാണ്. ഇപ്പോൾ ഞാൻ മൂവാറ്റുപുഴ ജനിച്ച ആളാണ്. ഞാൻ പെരുമ്പാവൂർ MLA ആണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള കാണുന്ന ക്രിസ്മസിൽ നിന്ന് ഓരോ വർഷങ്ങളും മാറ്റങ്ങൾ സംഭവിക്കുന്നു. പാട്ടിലാണെങ്കിലും ആഘോഷ പരിപാടികളാണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ട്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണ്. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കൂടാതെ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ച് ആടുകയും പാടുകയും ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ചെറുപ്പകാലഘട്ടം മുതലേ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പള്ളികളിൽ ഈ ക്രിസ്മസിൻ്റെ രാത്രി കുർബാന കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി തടിച്ചുകൂടി നിന്ന് സ്ത്രീകളൊരു വശത്ത് പുരുഷന്മാരൊരു വശത്ത് ഒരേ പാട്ട് പാടും. ഒരു ക്രിസ്മസ് സോങ് ഒരു ടീം പാടുമ്പോൾ മറ്റൊരു ടീം ആരാണ് ജയിക്കുന്നത് ഒച്ചത്തിൽ പാടും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി പിരിയുന്ന അനുഭവം. ഇപ്പോൾ 25-ാം തീയതിയാണ് ക്രിസ്മസ് എങ്കിലും ആഘോഷ പരിപാടികളെല്ലാം 24-ാം തീയതി രാത്രിയാണ്. ദേവാലയത്തിൽ ശുശ്രൂഷയൊക്കെ അവിടെയാണ്. ഇപ്പോൾ രാജ് സാറ് പറഞ്ഞതുപോലെ 25-ാം തീയതി വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടും. രാത്രി ദേവാലയത്തിലേക്ക് പോയിട്ട് വീട്ടിൽ കുട്ടികളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടും. ഇത്തവണ ഭാര്യ മക്കളായിട്ട് ഞങ്ങൾ ടൂർ പോകാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക ഒരു 4-5 ദിവസത്തേക്ക്. അപ്പോൾ വളരെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ക്രിസ്മസാണ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഷോൺ പറയും. ക്രിസ്മസ് എങ്ങനെയാണ്? സ്വന്തം നാട്ടിലാണോ അതോ പാർവതി ചേച്ചിയോടൊപ്പവും കുടുംബത്തോടും ഒപ്പമാണോ ചെലവഴിക്കുന്നത്? അതൊരു സാധ്യത കാണുന്നില്ല. അല്ല അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തൊരു വ്യവസ്ഥയുണ്ട് അത് കാര്യത്തിൽ. ഓണം അവിടെ, ക്രിസ്മസ് ഇവിടെ. കല്യാണത്തിന് എല്ലാവരും ഇപ്പം ഓണത്തിന് ഞങ്ങളെല്ലാം തിരുവനന്തപുരം. ഇപ്പം എൻ്റെ പപ്പായും അമ്മയും അനിയനും ഞങ്ങളെല്ലാം ഓണത്തിന് മിക്കവാറും തിരുവോണത്തിന് അവിടെ ആയിരിക്കും, തിരുവനന്തപുരത്തായിരിക്കും ഉണ്ടെന്നും. അതുപോലെ തന്നെ ക്രിസ്മസിന് അവിടുന്ന് പാറുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇവിടെ. അപൂർവം, ഇപ്പോൾ രാജാൻ പറഞ്ഞ പോലെ അപൂർവം ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ചില ചടങ്ങുകൾ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ വീട്ടിലിരിക്കാനാണ് ഞങ്ങൾക്കെല്ലാം ബേസിക്കലി ഞങ്ങളെല്ലാം വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നടക്കാറില്ലാത്ത കുഴപ്പമുണ്ടെങ്കിൽ പോലും ക്രിസ്മസിന് വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞങ്ങളെല്ലാം. കുടുംബത്തോടൊപ്പം തന്നെയാണ് ആഘോഷിക്കുക അല്ലേ? അതാണ് ആഗ്രഹം. ഒരു നല്ല ശതമാനം നടക്കാറുണ്ട്, അപൂർവമായി തെറ്റാറുമുണ്ട്. നമ്മൾ പൊതുവെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് മസിൽ പിടുത്തമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോ ഞാൻ എന്റെ പിതാവിനോടൊപ്പം ഇവര് അടുത്തടുത്ത് മുറിയായി 6 ടേം അടുത്തടുത്ത മുറിയാണ്. അപ്പൊ ഞാൻ MLA ഹൗസുകളിൽ എന്റെ പഠിത്തകാലനൊക്കെ അവിടെ ആയിരുന്നുകൊണ്ട് രാജശേഖരനായിട്ട് എൻ്റെ പുതൃ സഹോദരൻ എന്നുള്ള ഒരു ആത്മബന്ധമുള്ള ഒരാളാണ്. അപ്പം
ഈ പണ്ട് മുതലേ ഞാൻ ചിരിക്കുന്ന മുഖം കാണുന്ന ഒരു പ്രത്യേകതയുള്ള എനിക്കൊന്ന് പപ്പായും രാജാനും 5 ടേം ഒരുമിച്ച് 5 ടേം 25 വർഷം ഒരുമിച്ച് MLA-മാരായിട്ടിരുന്നാണ്. അപ്പോൾ ഭയങ്കര മാനസിക അടുപ്പമുണ്ട്. അതിനേക്കാൾ കൂടുതൽ അല്ല, ഞങ്ങളുടെ മുറി അടുത്തടുത്ത മുറിയാണ്. അപ്പൊ അന്നും ഈ ചിരിക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റാന്നി ഒരു കല തീർന്ന കോൺഗ്രസ് മണ്ഡലമാണ്. ഇദ്ദേഹത്തിന് ചിരി കൊണ്ടാണ് അവിടെ ഇദ്ദേഹം ഇത്ര കാലം ജയിച്ചത്. അല്ല, അതാണ് എൻ്റെ ചോദ്യം. അതിലേക്കാണ്. ഈ ഒരു മസിൽ പിടുത്തമൊന്നും ഇല്ലാതെ ഈ ഒരു ക്യാരക്ടറൈസേഷൻ ഫോം ചെയ്തതിന്റെ രഹസ്യം എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? കാരണം നമ്മള് ഭയങ്കര ഫ്രീ ആയിട്ട്, ഇപ്പൊ നിങ്ങൾ തന്നെ ഭയങ്കര സൗഹൃദ വലയത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ 3 പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആണോ? ലോ അക്കാഡമിയിൽ അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലിയിൽ. അപ്പൊ സാറിന്റെ ആ ഒരു സ്വഭാവ സവിശേഷത എന്താണ്? അതിന്റെ ഒരു സീക്രട്ട് ഞങ്ങൾക്കൂടെ ശത്രു രാജ്യത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് നമ്മള്. പലസ്തീനും ഇസ്രായേലും ഒന്നും അല്ല. നമ്മളെല്ലാം മലയാളികളാണ്. നമ്മളെല്ലാം സഹോദര തുല്യ സ്നേഹിക്കുന്നവരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അനായാസം നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റേതൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഒരു ബിൽഡപ്പാണ്. ആ മസിൽ പിടുത്തം എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ ഒരു കൃത്രിമമായ ഗൗരവം ഉണ്ടാക്കുക. അതെ, ചിരി പ്രായം കുറയ്ക്കും. ഒത്തിരി ചിന്തിക്കുന്ന ആളാണെന്ന് ചുമ്മാ ഒരു ഷോ കാണിക്കുക. അതൊക്കെയാണ് അതിന്റെ ഒരു കാര്യം. നമ്മളൊരു സംഭവമാണെന്നുള്ള ഇതൊന്നുമില്ല. എല്ലാവരും ശുദ്ധരല്ലേ. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വന്നപ്പോൾ തന്നെ 2-3 പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, എൽദോ സാറിനെ കൊണ്ട് ആദ്യം ഒരു പാട്ട് പാടിക്കണം എന്നുള്ളത്. ഒരു ക്രിസ്മസ് പാട്ട് ഞങ്ങൾ അല്ലേ ഞാൻ ചോദിക്കട്ടെ, പാട്ടിന്റെ ഞാൻ സാധാരണ മനസ്സിലായി പാട്ട് പാടി അക്കാഡമിയിൽ അന്ന് ഇദ്ദേഹത്തെ ഞങ്ങൾ മത്സരിപ്പിച്ചു. അന്നും പുള്ളി പാട്ടുപാടിയാണ് ആളുകൾക്കിടയിൽ. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചപ്പോഴും നിയമസഭ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? പാട്ടുപാടി പെൺകുട്ടികളെ. ഞാൻ നിർമ്മല കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ, എഡിറ്റർ ഒക്കെ ആയിരുന്നു മൂവാറ്റുപുഴയിൽ. അപ്പോൾ ഒരു സയൻസ് ഗ്രൂപ്പ് ആ ക്ലാസ്സിൽ നിന്ന് 102 പേരുടെ ക്ലാസ്സിൽ നിന്ന് 100 വോട്ട് എനിക്കും 2 വോട്ട് എൻ്റെ എതിരാളിക്കുമായിരുന്നു. കാരണം ആ ക്ലാസ്സിൽ 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഞങ്ങൾ 2 പേരും വളരെ മാന്യമായിട്ട് ഞങ്ങൾ സ്ഥിരമായി ഇടുന്ന വസ്ത്രം പുള്ളി ഇന്ന് കാണിച്ചിട്ടുണ്ടോ? ഇത് പുള്ളിക്ക് ചെറുപ്പമാകാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഗൂഢശ്രമമാണ്. ശരിക്കും നല്ല പ്രായമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം എത്ര കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ എല്ലാം കയ്യിലെടുത്ത്. ഇപ്പൊ സത്യം എൽദോസ് തന്നെ പറഞ്ഞു. എനിക്ക് 1500 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു കോളേജിൽ മത്സരിച്ചപ്പോൾ. ഭയങ്കര ലീഡായിരുന്നു. 2000 വോട്ട് എനിക്ക് കിട്ടിയാൽ എതിരാളിക്ക് 500 വോട്ട് ഉണ്ടാവാറ് ഉള്ളൂ. അത്രയും വോട്ട് കിട്ടുമായിരുന്നു എല്ലായിടത്തും. ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ നല്ല വോട്ട് ലീഡ് കിട്ടി. നിയമസഭയിൽ 2 തവണ ജയിക്കാൻ പറ്റിയില്ലേ. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യണം. മറ്റുള്ളവരൊരു പോസിറ്റീവ് എനർജി. ഈ വേഷം ഇട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത് എന്നോട് മനപ്പൂർവ്വം ഞങ്ങൾ ഈ വെള്ളം നടുക്കി കളറുമായിട്ടിരിക്കുമ്പോൾ ഇത് കൊലച്ചതിയായി പോയി. ക്രിസ്മസ് പാട്ട് പാടാൻ അദ്ദേഹമാണ് അതിന്റെ. യഥാർത്ഥത്തിൽ ഞാൻ ഒരു പാട്ടുകാരനല്ല, ഞാൻ കവിതയൊക്കെ ചൊല്ലുന്ന ഒരാളാണ്. അല്ല, കവിത ചൊല്ലാൻ വേറെ സമയം ഒരു സീനിയർ എന്ന രീതിയിൽ അത് വൈഷ്ണവി വരുന്നുണ്ട് കവിതയിലേക്ക്. രാജി ചേട്ടന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. പ്ലീസ്, ഞാൻ പറഞ്ഞ പാട്ട് പാടി. എന്നാ രാജുചേട്ടൻ പാടും. നാഥ നീ വരൂ, കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. തുടങ്ങി. നന്നായി. ബാക്കി ബാക്കി ചേട്ടൻ പഠിക്കേ പാട് വരട്ടെ. എന്റെ ബ്രേക്കായി സാധനം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഈ കരോളിന് പോകുമ്പോഴേ കരോളും പാട്ടുകളൊക്കെ ഈ പാരഡി പോലെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ സിനിമാ പാട്ടിൻ്റെ അതേ രൂപത്തിലാണ്. അപ്പോൾ ഞാൻ കൊച്ചിലെ ഈ കരോള് പോകുമ്പോൾ അതിൽ പാടാൻ പോകും. ഇപ്പോൾ അതിലിങ്ങനെ ഓർക്കുന്നത്, ചന്ദ്രികയിൽ കുളിച്ചു നിന്നൊരു ബേത്ലഹേം നഗരം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും പച്ചപ്പുൽക്കുടിലിൽ, തൊഴുത്തിൽ ആ പുൽക്കുടിലിൽ ഒരു മനുഷ്യപുത്രനിതാ ചന്ദ്രികയിൽ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പഴയ പാട്ട്. ഈ കവിത പാടിയപ്പോഴാണേ പുള്ളിക്കാരൻ സ്കൂളിലൊരു കവിത ചൊല്ലിയിട്ട് സസ്പെൻഷൻ കിട്ടിയ കഥ ഞാൻ കേട്ടിരുന്നു. ഈ ഹാസ്യവതിൽ അദ്ദേഹത്തിന്റെ കവിത പല സ്ഥലങ്ങളിലും ഗുണകരമായിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും പുള്ളിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കോളേജിലെ
കോളേജിൽ കാണുന്ന കാഴ്ചകൾ ഞാൻ അതുപോലെ എഴുതി ചൊല്ലും. അപ്പോൾ ഇങ്ങനെ വഴിയോര കാഴ്ചകൾ, അങ്ങേ കടയിൽ കണ്ണുമിഴിച്ചും ഇളിച്ചും ഇരിക്കും കാർന്നവർ കാശിൻ ഇടവക മക്കൾക്കൊന്നായി സിഗട്ടിൻ കുറ്റികൾ വിറ്റുതുലയ്ക്കും നേരം, മുന്നോട്ട് ഒരുപടി ഒന്നൊന്നൊന്നായി ചവിട്ടിക്കയറി മടുത്തും ഇരിപ്പു അങ്ങേ മതിലിൽ ഒരു പറ്റങ്ങൾ, കാല് ചിരിച്ച് ചിരിച്ച് ചവിട്ടി കാമിനിമാരവർ കണ്ണുമടിച്ചും വിളിച്ച് ചിരിച്ചു വരുന്നത് കണ്ടേ തടിയ മാഷുമാരുടെ യുണ്ട സ്കൂട്ടർ കണ്ടേ, കേട്ടേ താഴെ ക്യാൻറ്റീനിൽ ആരോ അലുവ മുറിച്ച് ചവയ്ക്കും ശബ്ദം, ദേണ്ടേ ഒരുവൻ കട്ടൻ ചായ കട്ടുകുടിച്ചേ ഇക്ക പിടിച്ചേ ഒച്ചയെടുത്തേ, പിന്നെ കതറിൻ കുപ്പായങ്ങൾ ഓടിയെടുത്തു, സമരമെടുത്തു, ഗ്ലാസും എടുത്തു, ഹാദരെടുത്തു, ഞങ്ങളെ വീട്ടിലയച്ച്. ഇങ്ങനെ ചൊല്ലുന്ന കവിതയ്ക്ക് ഇങ്ങനെ ചൊല്ലുന്ന കവിതയ്ക്ക് ടീച്ചർ വരുമായിരുന്നു. ടീച്ചർ ഇങ്ങനെ തലമുടിയൊക്കെ ചുറ്റിക്കെട്ടി വലിയ പിന്ന് കുത്തി, അപ്പം ദേണ്ടേ തലമുടി ചുറ്റിക്കെട്ടി തലമുടിക്കെട്ടിൽ കുന്തം കുത്തി നമ്മുടെ ടീച്ചർ നടന്നു വരുന്നേ. ഒരു സസ്പെൻഡ് ഒരു വലിയ കവിനെയാണ് അവരില്ലാതെ കഴിഞ്ഞത്. എന്നാലും മണ്ട അടയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഷോൺ സാർ, സാറിൻ്റെയും പാർവതി ചേച്ചിയുടെയും വിവാഹം ആ സമയത്തൊരു കോൺട്രവേഴ്സി ആയിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ആ ഒരു പ്രണയത്തിലേക്ക് എത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നിങ്ങൾ ഞങ്ങളുടെ എല്ലാം മാതൃവിദ്യാലയ ഒന്നാണ്. അക്കാഡമി എൻ്റെ 2 വർഷം ജൂനിയർ ആയിരുന്നു. അവിടെ വെച്ചാണ് പറഞ്ഞെ കാണുന്നത്. എൻ്റെ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും എനിക്കിത് എതിർപ്പുകൾ ഉണ്ടാവും തോന്നിയപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നാട്ടുകാരെ അറിയിക്കുകയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാനിങ്ങനെ കാറിൽ തിരുവനന്തപുരം സിറ്റിയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഓരോ കൂൾബാറിൽ കയറി ഓരോ ഐസ്ക്രീം കഴിച്ചിങ്ങനെ നടക്കും. അങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ നടന്നപ്പം നാട് മുഴുവൻ ഫ്ലാഷായി. അപ്പം എന്നെ അറിയാം, പാറുവിനെ അറിയാം. ഇവൻ്റെ പ്രണയം സാബല്യമായി, എൻ്റെ പ്രണയം സാബല്യമായി, കട്ടപ്പുകയുമായി. അങ്ങനെയാണ് ഞാൻ വഞ്ചകി എന്ന് പറയുന്ന കവിത എന്നെ എഴുതി അക്കാദമി പഠിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുള്ള കാര്യമില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറയും, നമ്മുടെ ചുറ്റുമുള്ളൊരു സമൂഹം നമ്മളെ പലപ്പോഴും വരിഞ്ഞു മുറുകുന്നതായിട്ട് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പാറിൻ്റെ പപ്പ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഒരു സമൂഹത്തിൽ അവൾ ജീവിക്കുന്നു, അപ്പം അവൾ കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരിത് വന്നു. പക്ഷേ ഞാൻ പിന്നീട് ആ തെറ്റും ഞാൻ തിരുത്തി എന്ന് പറയാം. ഞാൻ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങൾ, പാറു എൻ്റെ കൂടെ പള്ളി വരാറുണ്ട്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ രാവിലെ അവൾ അമ്പലത്തിൽ പോകാൻ ഞാൻ കൊണ്ടുവിടാറുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പം മുതൽ കണ്ടും കേട്ടും വളർന്ന വിശ്വാസം, ആ വിശ്വാസത്തെ പാറു സ്നേഹിച്ചത് എന്നെയല്ലേ, അല്ല എൻ്റെ വിശ്വാസങ്ങളല്ലല്ലോ. അപ്പം എനിക്ക് ആ തിരിച്ചറിവ് വരാൻ കുറച്ച് താമസിച്ചു. പക്ഷേ എനിക്കത് ആ തിരിച്ചറിവ് വന്നപ്പോൾ ഞാനത് 100% അംഗീകരിച്ചെന്ന് മാത്രമല്ല, ആ എല്ലാ സ്വാതന്ത്ര്യവും പാറുവിന് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലാ അമ്പലത്തിലും പോകാറുണ്ട്. ഗുരുവായൂരിൽ പോയി ഇനിയിപ്പോൾ അതൊരു കോൺട്രവേഴ്സി ആകേണ്ട എന്നോർത്ത് മാത്രം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും. ജഗതി സാറിന് സമ്മതമായിരുന്നു കൺവേർട്ട് ചെയ്യാനായിട്ട്? അദ്ദേഹമാണത് പറഞ്ഞത്. കാരണം ഇവിടെ വരുമ്പോൾ അത് ഇപ്പോൾ പറഞ്ഞല്ലേ, നമ്മുടെ ഈ ഒരു മേഖല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഓർത്തഡോക്സ് ചിന്താഗതിയിലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ കാലം കഴിയും, PC ജോർജിൻ്റെ കാലം കഴിയും, അപ്പോൾ എൻ്റെ മകൾ മരിക്കുമ്പോൾ അവളുടെ ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പമല്ലാതെ അവൾ മറ്റൊരിടത്ത് അടക്കപ്പെടുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമാണ് അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെയല്ല, എൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ഇവൾ ഒന്നായി ഈ കുടുംബത്തോടൊപ്പം ചേരണം, അത് കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനം എടുത്തു. പക്ഷേ അവൾ ഇപ്പോൾ എൻ്റെ കൂടെ ഞായറാഴ്ച എൻ്റെ കൂടെ പള്ളി വരാറുണ്ട്. അവൾ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവൾ അമ്പലത്തിൽ പോകാറുണ്ട്. ആ വിശ്വാസം, അവളുടെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമായി ഇന്ന് എൻ്റെ വിശ്വാസവും മാറി. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. നമ്മൾ പല രീതിയിൽ ജനിച്ചു, നമ്മൾ എല്ലാത്തിനും അതീതമായി ഒരു ശക്തിയുണ്ട്. അതിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നു. അത് ഓരോരുത്തരും ഓരോ പേര് വിളിക്കുന്നു. അതാണ് നമുക്ക് അതിന്റെ പേരിൽ ഇവിടെ വഴക്കൊത്തിട്ടുണ്ടാകുന്നുണ്ട്. അത് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുണ്ടാക്കുന്ന വിദ്യകളുടെ കാര്യമാണ്. ഞാൻ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇപ്പം ഇന്നലെ ഒരു ദിവസം 3 പ്രാവശ്യം ശബരിമല കയറിയ മനുഷ്യൻ. കല്ലിൽ ഗുഹാക്ഷേത്രത്തിൽ നമ്മുടെ ഇതിൻ്റെ സമയത്ത്, നമ്മുടെ ശബരിമല ശ്രീപ്രവേശന വിഷയം നടന്ന സമയത്ത് ഞാൻ രാവിലെ ശബരിമലയിലെത്തിയപ്പോൾ താഴെ പപ്പായയും ഒക്കെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചു വന്നു. അപ്പം മുകളിൽ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തു. ഞാൻ വീണ്ടും കയറി, വീണ്ടും തിരിച്ചു വന്ന്, അങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം കയറി. അതിന്റെ അനുഭവം ഉണ്ടാവും. എന്റെ മണ്ഡലത്തിലാണ് ശബരിമല. ശബരിമലയുടെ ജനപ്രതിയായിരുന്നു, അയ്യപ്പന്റെ ജനപ്രതിയായിരുന്നു. സാറ് ഈ പറഞ്ഞ പോലെ റാന്നി സെന്റ് തോമസ് കോളേജിലെ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നല്ലോ. ചെയർമാനും കൗൺസിലറും. അപ്പൊ ഇന്ന് അതേ മണ്ഡലത്തിലെ തന്നെ, അതേ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി ആയിരുന്നു, മുൻ MLA ആയിരുന്നു. ഇപ്പോഴും ആ നാട്ടുകാർക്കിടയിൽ തന്നെ 5 വർഷം ഇപ്പോഴും ആ നാട്ടുകാർക്കിടയിൽ തന്നെ വളരെ ലൈവായി നിൽക്കുന്ന ഒരാളാണ്.
അപ്പൊ ആ ഒരു യൂണിയൻ ചെയർമാനിൽ നിന്നും പിന്നെ MLA-യിലേക്ക് വന്നപ്പോ ആ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഞാനിടയ്ക്ക് ആ ഒരു ഫീലിങ്സ് ഒന്ന് പറയാം. പത്രപ്രവർത്തകനുമായിരുന്നു. ഞാൻ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിരുന്നു 7-8 വർഷം. ചെയർമാൻ, ബ്യൂറോ ചീഫ്, പിന്നെ MLA. ഒരു പാതയിലൂടെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. കോളേജ് യൂണിയൻ ചെയർമാൻ ആകുമ്പോൾ അങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ. ഇവരൊക്കെ എല്ലാം യൂണിയൻ ഭാരവാഹികളൊക്കെ അല്ലേ. അവിടെ പിന്നെ നമ്മൾ എന്താണ് കുറച്ച് ആട്ട് പാട്ട്, യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ എല്ലാ ഐറ്റത്തിലും ചേരുമായിരുന്നു. സർവകലാ വല്ലഭനാണ്. എല്ലാ ഐറ്റത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആണ്. നമുക്ക് പെട്ടെന്ന് കുറേ ഡ്രസ്സായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ പെട്ടെന്ന് ഒരു തവണ ഫാൻസി ഡ്രസ്സിന് നമുക്ക് സാധനമൊന്നും ഇല്ലായിരുന്നു. ഐറ്റം റെഡിയാക്കാൻ സമയം കിട്ടിയില്ല, കാരണം ഈ തിരക്കിനിടയ്ക്ക്. അപ്പോൾ നമ്മൾ 2 പേരുണ്ടായിരുന്നു. ഒരു 2 ന്യൂസ് പേപ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ മാത്രം കൊടുത്തു. ന്യൂസ് പേപ്പർ മാത്രമല്ല, സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നു. 2 പേര്. അപ്പോൾ ന്യൂസ് പേപ്പർ ബോയ് ഞങ്ങൾ അനൗൺസ് ചെയ്തു. ഞങ്ങൾക്ക് സമ്മാനവും കിട്ടി. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമാണ്. പിന്നെ സ്പോർട്സിലും നമ്മൾ എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. എല്ലാ ടീമിലും സ്പോർട്സിലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്കൊന്ന് ടേബിൾ ടെന്നീസ് അങ്ങനെ, അത് പിന്നെ അങ്ങനെ മത്സരത്തിലില്ല, ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പം സർവകലാ വല്ലഭനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമ്മാനമൊന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ. നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്പോർട്സ്. എനിക്ക് സമ്മാനങ്ങളുണ്ട്. എനിക്ക് അല്ല, സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചാമ്പ്യനായിരുന്നു സ്കൂളിലെ. പക്ഷേ പിന്നീട് മുകളിലോട്ട് വരുമ്പം നമ്മളെക്കാൾ കഴിവുള്ളവരാണല്ലോ ഇതിനകത്തൊക്കെ വരുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ വഴിമാറി കൊടുത്തു. എല്ലാവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? അങ്ങനെയാണ് നമ്മുടെ വലിയൊരു മനസ്സെന്ന് പറയുന്നത്. അല്ല, പിന്നീട് നിയമസഭയിലേക്ക് എത്തിയതിനു ശേഷം ആ ഒരു കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് ഫീലിങ്സ് ആണ് തോന്നിയത്? അന്ന് യൂണിയൻ ചെയർമാൻ ആയിരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും മനസ്സിൽ? തീർച്ചയായിട്ടും. എനിക്ക് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് സിനിമറ്റോഗ്രാഫിയിൽ അഡ്മിഷൻ റെഡിയായതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഷാജിയൻ കരുൺ അദ്ദേഹത്തെ വഴിയൊക്കെയാണ് നമ്മളത് ചെയ്തത്. പക്ഷേ അവസാന നിമിഷം എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീണ്ടും പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ട് തന്നെ നിന്നത്. അപ്പോൾ പിന്നെ ഷോൺ പറഞ്ഞതുപോലെ ബേസിക്കലി ഞങ്ങളുടെയൊക്കെ ഒരു മണ്ഡലം എപ്പോഴും കേരള കോൺഗ്രസ് പിറവിയെടുത്ത മണ്ഡലമാണ്. അവിടെയും പിന്നെ നമ്മുടെ PT തോമസിൻ്റെ, KM ജോർജിൻ്റെ അവിടെയൊക്കെ അവരെല്ലാം കൂടെ ആണല്ലോ ഇതുണ്ട്. ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ടെലിഫിലിം ഉണ്ട്, 5 ടെലിഫിലിം ഉണ്ട്. 5 അഭിനയിച്ചിട്ടുണ്ട്. അഭിനേതാവുമാണ്. അപ്പോൾ പിന്നെ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയില്ല. കാരണം 2 കലാകാരന്മാരുടെ അടുത്ത് ഞാനിതെങ്ങനെ പിടിച്ചിരിക്കുന്നുള്ളതാണ്. അല്ല, കുഴപ്പമില്ല. അവർക്ക് കുറച്ച് സിംപ്ലിസിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് നിയമസഭാ നാടകം ഉണ്ടായിരുന്നു എല്ലാ വർഷവും നേരത്തെ. അതെല്ലാ നാടകത്തിലും നമ്മൾ മുഖ്യമായിട്ടുള്ള വേഷമുണ്ട്. ഇപ്പോൾ ഉണ്ടോ നാടകം? ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആരൊക്കെയാ നടീനടന്മാർ? ഫുള്ള് മൊത്തം അഭിനയം. പ്രതിഭയാണ് ഏറ്റവും വലിയ നടിയാണ്. ഞാനുള്ളപ്പോൾ ശോഭന ജോർജ് ആയിരുന്നു. പ്രതിഭയാണ് ഞങ്ങളുടെ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കഥാപ്രസംഗത്തിന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടി. പക്ഷേ എനിക്കത് വളരെ ദുഃഖമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കാണാതെ പഠിച്ച പട്ടുടുപ്പ് എന്ന് പറയുന്ന എൻ്റെ നാടകത്തിനാണ് ഇത് 2ാം സ്ഥാനം കിട്ടിയത്. പക്ഷേ എൻ്റെ ഒരു ധാരണ എനിക്ക് 1ാം സ്ഥാനം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ മാർക്കിട്ട സിസ്റ്റർ, ടീച്ചേഴ്സ് മറ്റേ മഡ സ്കൂളാണ്, സിസ്റ്റർ ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ട് എനിക്ക് ഇച്ചിരി മാർക്ക് കുറച്ചിട്ടിട്ട് എന്നെ 2ാമതാക്കിയതാണ് എൻ്റെ ചിന്താഗതി. ഞാൻ പിന്നെ ഈ സിസ്റ്ററോട് ക്ലാസ്സിൽ ഒന്നും മിണ്ടില്ല, മോമാറി. ഇപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു, നിനക്ക് എന്താ പറ്റിയല്ലോ, നീ എന്താണ് എങ്ങനെ ഇരിക്കണേ? അപ്പോൾ സിസ്റ്റർ, എത്ര രാത്രിയിൽ കാണാതിരുന്ന് പഠിച്ച എൻ്റെ പട്ടുടുപ്പിന് ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ടല്ലേ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ സിസ്റ്റർ എന്നെ ചേർത്ത് വിളിച്ച്, കൊച്ചല്ലേ മോനെ, 3ാമതൊരാൾ കൂടി മത്സരിക്കാനുണ്ടായിരുന്നെങ്കിൽ നീ 3ാം സ്ഥാനത്ത് പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഒരു സമ്മാനം. അതുകൊണ്ട് കഥാപ്രസംഗം കേരള കഥാപ്രസംഗത്തിൽ കവിതയിലേക്ക് മാറി. അതുകൊണ്ട് അങ്ങനെ പിന്നെ കവിതയിലേക്ക് മാറി. എൽദോ സാറിനെ കുറിച്ച് മറ്റൊരു കാര്യം കേട്ടത്, സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം ഇത് കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി കേട്ടിരുന്നു, ഈ സിനിമാ തിയേറ്ററിലെല്ലാം സിനിമയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കോമഡികൾക്ക് വരെ പൊട്ടിച്ചിരിക്കുന്ന ആളാണെന്നൊരു കഥ കേട്ടു. ശരിയാണോ? എനിക്കിഷ്ടം, ഞാൻ എപ്പോഴും ചിരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ പോലെ തന്നെ ഏത് തമാശ ആസ്വദിക്കാനും പൊട്ടിച്ചിരിക്കാനും ഞാൻ പറയും. ഡാൻസുകൾ ഇപ്പോൾ ഒരു സദസ്സ് ചെന്ന് ചെയ്യുമ്പോൾ അവിടുത്തെ ആളെല്ലാം തുള്ളുമ്പോൾ ചെറുപ്പക്കാരെല്ലാം തുള്ളും. ഇപ്പോൾ നമ്മളെ MLA എന്നിട്ട് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുള്ളാൻ വ്യഗ്രത ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് തുള്ളിയെന്ന് വിചാരിക്കുക,
തുള്ളിക്കഴിഞ്ഞാൽ അപ്പം ഇരിക്കുന്ന വീഡിയോ എടുത്തിട്ട് വളരെ നെഗറ്റീവ് തുള്ളുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വളരെ നെഗറ്റീവ്. ഇതൊക്കെ ഞാൻ ഡാൻസും പാട്ടൊക്കെ കളിക്കും. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹിറ്റായിരുന്നു. ഞാൻ സ്കൂളിലെ ആനിവേഴ്സറിയിൽ ഡാൻസിൽ ഞാൻ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് കലകൾ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. കവിത ചൊല്ലുന്ന ഇഷ്ടമാണ്. സിനിമ കാണുന്ന ഇഷ്ടമാണ്. നൃത്തം കാണുന്ന ഇഷ്ടമാണ്. അങ്ങനെ കലകൾ ആസ്വദിക്കാൻ പറ്റുന്ന കലാകാരന്മാരെ ഇഷ്ടമാണ്. അങ്ങനെ വലിയൊരു മനസ്സ് എന്നിലുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിത ദൃശ്യാവിഷ്കരിച്ചപ്പോൾ അതിൽ വൈലോപ്പിള്ളിയുടെ റോളാണ്. ഒന്നുമില്ല, ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കുക, നടക്കുക, പാടോരവത്തിന് പോവുക, സൈക്കിൾ ഓട്ടുക. നല്ല ഷോർട്ട് ഫിലിമായിരുന്നു. ഇന്നലെ വെളിച്ചം കണ്ടിട്ടില്ല. വെളിച്ചം കണ്ടിട്ടില്ല. നല്ല ഷോർട്ട് ഫിലിമാണ്, പക്ഷെ വെളിച്ചം കണ്ടിട്ടില്ല. നല്ല കലാസൃഷ്ടികൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ ആദ്യത്തെ പടം ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. നാളെ അത് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ഷേക്സ്പിയറിന്റെ ചില നാടകം പോലും വെളിച്ചം പിന്നെയാണ് എന്തെങ്കിലുമൊക്കെ വരും. അതെ, നമ്മൾ പാർവതി ചേച്ചിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്, ജഗദീഷ് സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? പുള്ളി ഓക്കെ ആണോ? സിറ്റീസ് കുഴപ്പമൊന്നുമില്ല. റൈറ്റ് സൈഡ് അറിയാലോ, ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ്. എങ്കിലും എല്ലാവരെയും കാണുന്ന സന്തോഷമാണ്. അത്യാവശ്യം ആഴ്ചയിലൊന്നൊക്കെ പുറത്ത് കൊണ്ടുപോകും. സംസാരിക്കാൻ കഴിയില്ല, ചോദിക്കുന്നതിന് യെസ് നോ എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ചെറുതൊക്കെ വലിയ ക്രൗഡല്ലാത്ത ഫംഗ്ഷനുകളൊക്കെ പോകാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരും, ഈ എൻ്റെ വീട്ടിൽ വരും, വന്ന് ഒരു ദിവസം 2 ദിവസമൊക്കെ നിന്ന് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പം ഹാപ്പിയാണ്. ഇവിടെ 2 ദിവസം നിൽക്കാറുണ്ട്. 2 ദിവസമൊക്കെ വരും. ശരി. ഞങ്ങൾ പ്രേക്ഷകരെല്ലാവരും വെയിറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ തിരിച്ചു വരവിനായിട്ട്. ഞങ്ങളും അദ്ദേഹത്തിന്റെ തമാശ കേട്ടാൽ നമുക്ക് സാധിക്കട്ടെ. തമാശ പറയണ്ടല്ലോ, ആ വരവ് വന്നാൽ മതി. നമുക്ക് കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. സാറ് ജ്ഞാനായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരൊരു അടിയുറച്ച വിശ്വാസികളാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നിന്നും ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു മാർക്സിസത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, അതൊന്ന് പറയാമോ? അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പം 70 ലക്ഷം പേര് വോട്ട് ചെയ്യുന്നില്ലേ, അതിൽ 69 ലക്ഷം പേരും പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും പോകുന്നവരാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കും വരാം, വിശ്വാസികൾക്കും വരാം, വിശ്വാസം ഇല്ലാത്തവർക്കും വരാം, ഇനി പപ്പാതിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാം. അതിനകത്ത് തടസ്സങ്ങളൊന്നുമില്ല. കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? കുടുംബം, എൻ്റെ വൈഫ് പ്രിൻസിപ്പളാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ. കുട്ടികൾ 3 പേരും പഠിക്കുന്നതേ ഉള്ളൂ. താമസിച്ചാണ് വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടായത്. പിന്നെ ഫാദർ മദറൊന്നും ഇല്ല, ജീവിച്ചിരിപ്പില്ല. ബ്രദറുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്. റാന്നി തന്നെയാണ് താമസിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇത്തവണത്തെ ക്രിസ്മസും ഞങ്ങളെല്ലാം കുട്ടികളെല്ലാം വരും. കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ക്രിസ്മസ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കും. ഇന്നിത് കഴിഞ്ഞ ശേഷം ആഘോഷിക്കാൻ പോവാണ്. ഞങ്ങൾ ക്രിസ്മസ് മുടക്കില്ലല്ലോ അല്ലേ? എൽദ സർ, എങ്ങനെയാണ് താങ്കൾ പ്രണയിച്ചിട്ടുണ്ടോ? കോളേജ് കാലഘട്ടത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പ്രണയവിവാഹമായിരുന്നോ? പ്രണയവിവാഹം അല്ല, അറേഞ്ച്. അദ്ദേഹത്തിന് കുഞ്ഞിനെ പോലെ എല്ലാവരും പ്രണയം. അതെ അതെ, എനിക്ക് എല്ലാവരും എത്ര പേര് പ്രണയിച്ചെന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് നമ്മൾ ഇഷ്ടമല്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്കും ഇഷ്ടമല്ല എന്നാണ് കോളേജിലെ പ്രണയം. ഞാൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പിൽ പോയപ്പോൾ ഞാൻ കോളേജിലെ എഡിറ്ററാണ് 97. ആ സമയത്ത് PDC പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്കൊരു പ്രണയലേഖനം തന്നു. ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കത്ത് ഇങ്ങനെയാണ്: കുറ്റങ്ങളും കുറവുകളും മാത്രം നിറഞ്ഞ ഈ കുസൃതി പെണ്ണിനെ സ്നേഹിക്കാൻ തയ്യാറാണോ? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്ക് കിട്ടിയ പ്രണയലേഖനങ്ങൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച് നോക്കാറ്. നമുക്ക് നോവലാക്കായിരുന്നു. അതെ, ഉടനെ ആവുന്നുണ്ട്. പ്രോസസ്സിങ്ങിലാണ് ഉടനെ വരും. അപ്പോൾ ഷോൺ സർ, ഇപ്പോൾ നിങ്ങൾ 3 പേരും വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ് നമുക്ക് ഇത്ര നേരത്തിൽ മനസ്സിലായി. കാരണവരാണോ? അപ്പോ ഷോൺ എന്നെ കാണുന്ന അനിയന്റെ സ്ഥാനം, മൂത്ത ചേട്ടന്റെ പ്രായത്തിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സൗഹൃദത്തെ കുറിച്ചൊന്ന് പറയാമോ? നിങ്ങൾക്ക് ഏത് കാലഘട്ടം മുതലാണ് ഈ ഒരു സൗഹൃദം വന്നത്? നിങ്ങൾ അക്കാഡമിയിൽ? ഞാനും ഇദ്ദേഹവും ഒരേ കാലഘട്ടത്തിൽ അക്കാഡമിയിൽ. അദ്ദേഹം 3 ഇയർ കോഴ്സായിരുന്നു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ 5 ഇയർ കോഴ്സാണ്, PDC കഴിഞ്ഞിട്ടായിരുന്നു വന്നത്.
അപ്പോൾ എൻ്റെ സെയിം ബാച്ചായിരുന്നു, ഒരേ കാലഘട്ടത്തിൽ അക്കാഡമിയിൽ, അതായത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരു മുന്നണിയായിട്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഞങ്ങളുടെ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും. രാജചേട്ടന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പിതാവായിട്ടുള്ള അടുപ്പം, രാഷ്ട്രീയത്തിനുപരി ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന ഒരു വലിയ ഏത് കാര്യവും എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ രാജചേട്ടനെ അറിയിക്കാതിരിക്കില്ല. അവരുടെ വീട്ടിലാണെങ്കിലും ഒരു വലിയ രാഷ്ട്രീയത്തിനപ്പുറത്ത്, രാഷ്ട്രീയത്തിന് ഇപ്പം ഇന്ന് വൈകുന്നേരം ചാനൽ ചർച്ചയിൽ ചിലപ്പോൾ ഞങ്ങൾ 2 ചാനലിലാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അവിടെ ഇപ്പുറത്തും ഇപ്പുറത്തും അതാണ് ഈ ചോദ്യം ചോദിക്കാൻ കാരണം. ചാനൽ ചർച്ചകളിലൊക്കെ ഗംഭീര യുദ്ധമാണ്, വൻ യുദ്ധങ്ങൾ നടക്കും. അത് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം. ഞങ്ങളുടെ ഇടയിലൊരു പ്രകാശം ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. ഞങ്ങളുടെ ഒരു വലിയ സുഹൃത്ത് പ്രകാശേട്ടൻ, ഞങ്ങളുടെ ഒരു എന്നാ പറയുന്നത്, രാജചേട്ടൻ്റെ പൂഞ്ഞാറിലെ പോട്ടിയായിരുന്നു പുള്ളിയുടെ ഭക്ഷണം. ഞങ്ങളുടെ ഇരാറ്റുപേട്ടയിൽ ഹാജിയാറിന് ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിലെ പോട്ടി ഈ പ്രകാശേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്കിടയിലെ ഒരു വലിയ സുഹൃത്ത. ഒരു സുപ്രഭാതം ഞങ്ങൾക്കെല്ലാം വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് രാജചേട്ടൻ്റെ തൊട്ടയലോക്കം കൂടെ അറ്റാക്ക്, പുള്ളി മരിച്ചുപോയി. ഞങ്ങൾക്കിടയിലെ ഒരു വലിയ സൗഹൃദമായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്കിടയിലെ വ്യക്തിബന്ധത്തിന് ഇപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം പോയി ഞാൻ പറയാൻ പോകുന്ന രാഷ്ട്രീയ ഈ 2 പേർക്കും എതിരാണ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാണ്. പക്ഷെ അത് ഒരിക്കലും സൗഹൃദങ്ങളെ ബാധിക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഓഫീസിൽ ഞാനൊഴികെ ബാക്കി 2 പേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. 2 പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ആളുകളാണ്. പക്ഷേ അത് ഞങ്ങളുടെ സൗഹൃദങ്ങളെ ഒരിക്കലും ബാധിക്കാറില്ല. പിന്നെ കൊടിയേരിയുടെ മോനാണ്, 2 ഡിവൈഎഫ്ഐയുടെ ഹൈക്കോടതി സെക്രട്ടറിയാണ് നിനു. അപ്പോൾ 2 പേരും പക്ഷേ ഞങ്ങൾ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കും. അത് രസമാണ്, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സെഷനിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ 1-2 ചെറിയ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ബന്ധമുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അത് പറയണം, ഇന്ന ആൾക്കാണ് ഇത് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ പറയണം. ചോദിക്കട്ടെ? ചോദിച്ചു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ലയൺ സിനിമയിലെ ദിലീപ് സാർ അവതരിപ്പിച്ച കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അച്ഛൻ്റെ രാഷ്ട്രീയം വേറെ, മകന് വേറെ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ ഒരു കഥാപാത്രവുമായി ചേർന്ന് നിൽക്കുന്നത് ആരാണ്? നിങ്ങൾ 3 പേരിൽ ആരാണ് ആ ഒരു കഥാപാത്രവുമായി ചേർന്ന് നിൽക്കുന്നത്? അതായത് അച്ഛൻ രാഷ്ട്രീയത്തിലുണ്ട്, മകനും രാഷ്ട്രീയത്തിലുണ്ട്. അതിനകത്ത് ക്യാരക്ടർ അച്ഛൻ മോശമാണ്. അപ്പൊ എന്റെ അപ്പനെ മോശമാക്കാൻ ഞാൻ സമ്മതിക്കാം. അത് ഇവർക്ക് 2 പേർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഒരു സംശയമാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാൽ പോലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമല്ലോ. ഓപ്പൺ ആയിട്ട് പറയാറുണ്ടോ അച്ഛൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല അച്ഛൻ പറയാറുണ്ട്? പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ പറയാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം, ഇത്ര കാലം ഇപ്പം സ്വാഭാവികമായിട്ട് അപ്പനും മകനും രാഷ്ട്രീയക്കാരാണെങ്കിൽ മകനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എപ്പോഴും അപ്പൻ ശ്രദ്ധിക്കും. പക്ഷേ എന്നെ ഇന്ന് വരെ, ഈ നിമിഷം വരെ, രാജ്യാന് കുറച്ചെങ്കിലും അറിയാം, ഇന്ന് ഈ നിമിഷം വരെയും നീ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യണ്ടെന്നോ, നീ രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നോ എൻ്റെ അപ്പൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ്റെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പനല്ല. ഇന്ന് വരെയുള്ള എൻ്റെ ഒരു പോസ്റ്റിലും ഇടപെട്ടിട്ടില്ല. കുറ്റം കണ്ടാൽ മാത്രം അത് വേണ്ടാതെ പറയും. അതല്ലാതെ നീ ഇന്നത് ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നീ ജനങ്ങൾക്കിടയിൽ ഏതാ പപ്പാടയോ? പപ്പാട ഫുൾ ടൈം കുറ്റം പറിച്ചിട്ടാണ്. അത് എൻ്റെ മെയിൻ പരിപാടി കുറ്റം പറിച്ചിട്ടാണ്. അതൊന്നുമല്ല, ഈ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. PC ജോർജ് ജനിച്ചത് കർഷകനായ ചാക്കോച്ചൻ്റെ മകനായിട്ടാണ്. ഞാൻ ജനിച്ചത് രാഷ്ട്രീയക്കാരനായ PC ജോർജിൻ്റെ മകനാണ്. ഞാൻ കുറച്ചുകൂടെ മോൾഡറാണ്. ഞാൻ രാഷ്ട്രീയം മാത്രം കണ്ടേ. ഞാൻ ജനിക്കുമ്പോൾ പപ്പ MLA ആണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പപ്പായെ MLA ആയി കണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായി കണ്ട, ഈ നിമിഷം വരെ രാഷ്ട്രീയക്കാരനായി കണ്ട മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഗുണവും ദോഷവും കണ്ടും അറിഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വളർന്നത്. പപ്പ അങ്ങനെയല്ല. പപ്പ മുമ്പിൽ എന്താണ്, അല്ലെങ്കിൽ നാളെ ഇപ്പം ഞാൻ പറയാം, അദ്ദേഹത്തിന് എടുക്കുന്ന ചില നിലപാടുകൾ നമുക്ക് ഭയങ്കര, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇത്രയും വലിയ ക്രൈസിസിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയുള്ള ആളല്ല. അത്തരം പൊളിറ്റീഷ്യൻസ് ഇനി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. PC ജോർജിനെ പോലുള്ള പൊളിറ്റീഷ്യൻസ് ഇനി അങ്ങനെ ആരും അത്രയും ഒരാവേശം കാണിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ആഴമുള്ള വെള്ളത്തിൽ ഓളമില്ല. അതീവ ബുദ്ധിമാന്മാരും ശക്തിമാന്മാരും ഒന്നും അവരുടെ കഴിവ് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ആരാണ് അങ്ങനെ ആ ഒരു ചൊല്ലുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഇദ്ദേഹം തന്നെയാണ്.
രണ്ടുപേരും പറയുന്ന രാജ് സാറിനെയാണ്. ഉറപ്പാണ്. രാജ് സാർ ആരെയാ പറയുന്നത്? അല്ല ഇതേ പ്രശ്നം എന്നറിയാം. ഇദ്ദേഹം കഴിവ് കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആളാണ്. അത് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല, പുള്ളി എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആൾ. ഇപ്പം അദ്ദേഹം 5 ടൈം MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കുമൊത്ത് അദ്ദേഹം ഇച്ചോടെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിത്വം വന്നാൽ അങ്ങോട്ട് കൊടുക്കാതെ പുള്ളി പോയി ചോദിച്ചു മേടിക്കുന്നൊരു സ്വഭാവമില്ല. പാർട്ടിയിലും ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കണ്ടുള്ളൂ, എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയുന്ന ആളല്ല. എങ്കിൽ പോലും പാർട്ടിയിലും അദ്ദേഹം എത്തേണ്ട പൊസിഷനിലൊന്നും അദ്ദേഹം ചോദിച്ചു മേടിച്ചിട്ടില്ല എന്ന അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അതൊന്നും പോരാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് മുകളിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലെ കഴിവുണ്ട് കേട്ടോ. അതുക്കും മേലെ. റാന്നി അല്ല, ചുമ്മാതല്ല, റാന്നി ജീവിതകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഒരിക്കലും നിൽക്കില്ലാത്ത മണ്ഡലമാണ്. ആ മണ്ഡലത്തെ രാജീവ് എബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയാണ് പിടിച്ചടക്കിയത്. പാർട്ടി സംവിധാനമൊക്കെ ഉണ്ടാകും, പക്ഷേ രാജീവ് എബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തി പിടിച്ചടക്കി. നമ്മളെ ഇപ്പം രാജാൻ സൂചിപ്പിച്ച പോലെ 1965 കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കിട്ടിയ മണ്ഡലമാണ്. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ റാന്നി MLA കേരള കോൺഗ്രസ് അത്രയും ശക്തിയുള്ള വയലാടുക്കള ജയിച്ചു 1965. അപ്പോൾ അവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ജനാധിപത്യ കോട്ടയിൽ 25 വർഷം കണ്ടിന്യൂസ് MLA ആയിരുന്നു. ഇപ്പോൾ അവിടെയുള്ള ആളെന്ന് കേരള കോൺഗ്രസിനാണ്. പക്ഷേ അവിടെ ഇടതുപക്ഷത്ത് നിന്നും ഒരു MLA കണ്ടിന്യൂസ് ആയിട്ട് 25 വർഷം ഇരുന്നത് അദ്ദേഹമാണ്. അപ്പം പോരാ, കണ്ടാൽ മതി, ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നുമില്ല, കാണണം അത്ര. കണ്ടിട്ടൊന്നും മരിച്ചാൽ. നമ്മുടെ അടുത്ത ചോദ്യം, ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും. അങ്ങനെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ ഇണങ്ങിയാലും കുഴപ്പമില്ല, പിണങ്ങിയാലും കുഴപ്പമില്ല. നമുക്ക് ഇണങ്ങിയാലും കുഴപ്പമില്ല, പിണങ്ങിയാലും. നമ്മൾ ആരോട് പിണങ്ങാൻ പോകുന്നില്ല. ആരും എതിരാളികളില്ല, ആരും ശത്രുവായിട്ട് കാണുന്നില്ല. എനിക്ക് എതിരാളികളൊക്കെ ഉണ്ട്. അല്ല ഞാൻ പറയുന്നത് എനിക്ക് ആരെയും ഒരു ശത്രുവായിട്ട് ഞാൻ കാണാറില്ല. റഷ്യ പ്രഖ്യാപിച്ചതല്ല, ആദ്യം അണുബോംബ് ഇടുന്ന രാജ്യം ഞങ്ങളായിരിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാൻ, ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വന്നാൽ അതാണ് നമ്മുടെ. ശരി, അടുത്ത ചോദ്യം, ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരോടോ ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? മൂന്നുപേരിൽ ആർക്കെങ്കിലും ഈ വാക്ക് തന്നെ ഒരു 100 പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 100 അല്ല, സ്വാഭാവികമാണ്. രാജു സാർ പക്ഷെ മിണ്ടുന്നില്ല. ഇല്ല, ഇത് ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് പറഞ്ഞത് അംഗീകരിക്കത്തില്ല, നമ്മളെക്കാൾ അറിയാവുന്ന ആളുകളാണെന്നൊരു ധരിച്ച് നമ്മളെ ഇത് അംഗീകരിക്കാതിരിക്കുമ്പം പിന്നെ എവിടെയെങ്കിലും പോയി തൊലയിട്ടെന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും. ശരി, കണ്ടത്തിലെ പണിക്ക് വരമ്പത്ത് കൂലി, അത് ഇവരുടെ നേതാവ് പറഞ്ഞു. അത് എങ്ങനെയാണ് കാര്യം? എനിക്ക് പുത്രതുല്യനായ വ്യക്തിയാണ് അദ്ദേഹം, ഇല്ല അദ്ദേഹം പറഞ്ഞതാണത്. കോടിയേരി സഖാവിന്റെ വാക്കുകളാണ്, കോടിയേരി സഖാവിന്റെ വാക്കുകളാണ്, വലിയ വിവാദമായ വാക്കാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 3 പേരിൽ ആർക്കാണ് അത്? ഞങ്ങളൊക്കെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ്. ഞങ്ങളുടെ ശൈലി മറ്റൊന്നാണ്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJP ആണെങ്കിലും എടുത്തു നോക്കിയോ, മലബാറിന്റെ രാഷ്ട്രീയ ശൈലി മറ്റൊന്നാണ്. അതുകൊണ്ട് ഇവിടെ അത്തരം വാക്കുകൾ ആർക്കും ഉപയോഗിക്കേണ്ടി വരികയില്ല, അല്ലേ? വരാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. നമുക്ക് ക്രിസ്മസ് ആണല്ലോ, ഇന്ന് ക്രിസ്മസ് ദിനമാണ്. അപ്പോൾ ഈ ഒരു മറീന സദനത്തിലെ വീട്ടിൽ പോയി ഭക്ഷണം ചെയ്യണം, വിടാം കഴിഞ്ഞു. ഈ ഒരു മറീന സദനത്തിലെ അന്തേവാസികളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കേരള ഗോമതി ഈ മറീന സദനത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. പിന്നെ ഷോണിന്റെ ഭാര്യ വീട്ടിൽ നിന്നുള്ള എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. It's Christmas time, sleigh bells ringing in the snowy night. Merry, Merry Christmas songs filling up the air tonight. Jingle bells, Christmas trees, spreading love all around. Shining stars, shining bright, it's Christmas time. Joyously singing around, merrily dancing away, giving gifts to everyone, it's Christmas time.
മറീന സദനത്തിലെ അന്തേവാസികൾ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഇവരെല്ലാവരും പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ സന്തോഷ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്ക് ഇരട്ടി മധുരമാണ്. കാരണം ചാലി പാല സാർ നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ചേർന്നപ്പോൾ ഇത് ഇരട്ടി മധുരമായി മാറി. അപ്പോൾ സാർ, എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഈ ഒരു ക്രിസ്മസ് ആഘോഷം 2 വാക്ക് നമ്മളോടൊന്ന് സംസാരിക്കാമോ? ക്രിസ്മസ് എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. എല്ലാ ദിവസവും തന്നെ ഓരോ പ്രോഗ്രാമുകൾ കാണും. ഇവിടുന്ന് ഒരു സാന്ത പുറത്തു പോകുന്നുണ്ട്. അതുപോലെ അത് നഗരം മുഴുവനും ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ ഇവർക്കെല്ലാം പ്രത്യേകമായ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നതിൽ അതിയായ സന്തോഷം. അതുപോലെ കൗമുദിയും മരിയസ്ഥാനവും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഇവിടെ തന്നെ മരിയസ്ഥാനത്തിൻ്റെ ഒരു കൗമുദി ഒരു പുസ്തകം തന്നെ സന്തോഷ ഇടമെന്നും പറഞ്ഞ് ഇറക്കുകയാണ്. അതിനൊക്കെ പ്രത്യേകമായിട്ട് താങ്ക്സ്. നമ്മളോടൊപ്പം ഒരു ഗായിക കൂടിയുണ്ട്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിൻ്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗള സുദിനം, പിറന്നൊരു മംഗള സുദിനം. നമ്മള് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. കാരണവന്മാര് മുറിക്കണം. കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്.